അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഹാളിൽ തന്നെയുള്ള 2 ചെയർ വലിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന്. എന്നിട്ട് അവള് പറഞ്ഞു, ഓള് തിരിഞ്ഞ് എന്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് മുഖത്ത് നോക്കിയാണ്ട് നിൽക്കുന്നതാണല്ലോ. ആ ടൈമിൽ ബാക്കിൽ നിന്ന് ഒരു മനുഷ്യനെങ്കിൽ മാറി നിന്ന് മുണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അവിടെ മാറി നിൽക്കാനും അതിന്റെ അടിയിൽ സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറെ പറഞ്ഞു ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, അവിടുത്തെ ആരെങ്കിലും മാറി പോകുന്നത് നേരെ നീ ഇവിടെ കണ്ടാണ് ചോദിച്ചു. പക്ഷെ ഓള് പറഞ്ഞു ഓള് ഷാഡോ അല്ല കണ്ടിക്കണത്. എന്നിട്ട് ഓള് പറഞ്ഞു എനിക്ക് ഉറപ്പാണ് ശബ, ഞാനൊരു മനുഷ്യനെ കണ്ടിക്കണം, വലിയൊരു മനുഷ്യൻ മുണ്ടാണ് ഇട്ടിക്കണത്, എല്ലാം ഞാൻ കണ്ടതാണെന്നൊക്കെ ഓള് പറഞ്ഞു. എന്റെ ഓർമ്മയിലാന്നുണ്ടെങ്കിലും ആ ഒരു മതിലിന്റെ അടിയിൽ സ്പേസ് ഇല്ല, ആൾക്ക് മാറാനുള്ള സ്പേസ് ഇല്ല. 3 വീടാണുള്ളത്, മതിലിങ്ങനെ ഒരുമിച്ചുള്ളത്. ഇവള് പറയുന്നത് ഞങ്ങൾ ഓടിയ സ്ഥലത്ത് മതിലിന്റെ അടിയിൽ സ്പേസ് ഇല്ല. പിന്നെ വിചാരിച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നോട്ടീസ് ചെയ്യാനിട്ട് ആ കാര്യം, ചിലപ്പോൾ അതിന്റെ അടിയിൽ സ്പേസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഇത്രയും നമ്മൾ ഓടുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഏതോ മനുഷ്യൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്കാണ്. പക്ഷെങ്കിൽ ഇവളിത് പറഞ്ഞതും അതിന്റെ അടിയിൽ സ്പേസ് ഇല്ല എന്നുള്ളൊരു തോട്ട് എനിക്കും ഉണ്ട് അവൾക്കും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈം കറക്റ്റ് 1 മണിയാണ്. ഞങ്ങൾ റൂമിൽ എത്തിയപ്പോൾ കറക്റ്റ് ടൈം 1 മണിയാണ്. അപ്പൊ അതെല്ലാം കൂടി ആലോചിച്ചിട്ട് നല്ല പേടിയുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് വീടുണ്ടല്ലോ അതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ലൈക്ക് മതില്, അതിന്റെ അപ്പുറത്തൊരു പറമ്പ് പോലെയാണ്, അവിടുത്തെ തെങ്ങോ വായ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ അവളോട് പറഞ്ഞു. ഞാൻ ഈ തെങ്ങ് വായ തിയറി കൊണ്ട് ചെല്ലുമ്പോഴൊക്കെ അവൾ പറയുന്നുണ്ട് ശബ എനിക്ക് ഉറപ്പാണ് ഞാൻ കണ്ടതാണ്, ഞാൻ നേരല്ല കണ്ടിരിക്കണേ, ഞാൻ ശരിക്കും രൂപം കണ്ടതാണെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറെ എക്സ്ക്യൂസ് ഒക്കെ കണ്ടെത്തി. ലൈക്ക് സമാധാനിച്ച് ഉറങ്ങണല്ലോ, അതിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് രാവിലെ നോക്കാം, എന്തായാലും സ്പേസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങി. ഉറങ്ങുമ്പോൾ പേടി ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ റൂമിൽ കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചില്ല, ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് എന്നും ഇറങ്ങിയേക്കാൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി. എല്ലാ ദിവസവും ഞങ്ങൾ എങ്ങനെ വെച്ചാൽ 9:30 ഓഫീസിന് ഞാൻ 10 മണിക്ക് എത്തുക, ഓള് 10 മണിക്കാണ് ഓളുടെ ഓഫീസ് ടൈം, 10:10 ഓൾ എത്തുക. അങ്ങനെ എന്നും ലേറ്റ് ആയിട്ട് ഇറങ്ങല്. പക്ഷെ അന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഇത് നോക്കാൻ വേണ്ടി. ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോ ഇവള് കറക്റ്റ് വെക്ക് സ്ഥലം ഓർമ്മയുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോ മതിലിന്റെ അടിയിൽ സ്പേസും ഇല്ല, പറമ്പില് ലൈക്ക് മുകൾക്ക് ഇങ്ങനെ കാണുന്ന രൂപത്തില് ഒന്നുമില്ല, ഇത് വായയോ മറ്റേ തെങ്ങോ ഒന്നുമില്ല. പിന്നെ ഇപ്പുറത്തെ ഒരു വീടുണ്ട്, പക്ഷെ ആ വീട് ഈ സ്ഥലത്തേ അല്ല, ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് നേരിലൊന്നും കാണുന്ന സ്ഥലത്തേ അല്ല, വീട് കുറച്ചുകൂടി ഇപ്പുറത്താണ്. ഇത്രയായപ്പോ ഞങ്ങൾ കണ്ട മനുഷ്യനല്ല എന്നുള്ള ഉറപ്പായി. കാരണം അവള് മതിലിന്റെ ബാക്ക് മാറി നിൽക്കണേ കണ്ടിക്കണേ, മതിലിന്റെ അടിയിൽ ഒരു സ്പേസ് കൂടി ഇല്ല, മനുഷ്യനെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്ന സ്ഥലം വേണ്ടേ, അതില്ല. ഇതാണെങ്കിൽ ഞങ്ങൾ എന്നും പോകേണ്ട വഴിയാണ്. അത് ഞങ്ങൾ ഓഫീസിട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ ഒരു 7 മണി ആ ടൈം ആവും റൂമിന്റെ അടുത്ത് എത്തുമ്പോഴത്തേന്. ഇതിന് ശേഷം എന്നും ഞങ്ങൾ ഈ ഒരു വളവം കഴിഞ്ഞ ഒറ്റ ഓട്ടക്കാരും. പിന്നെ കടന്റെ അടുത്ത് എത്തുമ്പോൾ കടയിൽ ആൾക്കാരുണ്ടാവും, അപ്പൊ പിന്നെ വേഗം സ്ലോമോയിൽ ഒന്നും അറിയാത്ത മാതിരി ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് എന്നും ചെയ്തിരുന്നത്.